ഇത് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ട്രിപ്പ് മൂന്നാർക്ക് പോയതാണ്. ആദ്യം എറണാകുളം പോയി, എറണാകുളം സ്റ്റേ ചെയ്ത് എറണാകുളത്ത് നിന്ന് രാവിലെ മൂന്നാറിലേക്ക് റൈഡ് ചെയ്തു. മൂന്നാറിൽ അടിപൊളി 5 സ്റ്റാർ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത 5 സ്റ്റാർ ഹോട്ടൽ. 5 സ്റ്റാർ ഹോട്ടലത്തെ റൂം ഞാനിപ്പോൾ കാണിച്ചുതരാം. ഇതാണ് റൂം, അടിപൊളിയല്ലേ? 5 സ്റ്റാർ ഹോട്ടൽ കൊള്ളാം. അപ്പോൾ അവിടെയുള്ള ആളുകാരും കൂടെ അടുത്തൊരു മല ഉണ്ട്, നമുക്ക് ആ മല കയറാൻ പോകുമായിരുന്നു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ കൂടെ വേറെ കപ്പിൾസും ഉണ്ടായിരുന്നു. മല എന്ന് പറഞ്ഞാൽ ചെറിയൊരു പാട് അത്രേ ഉള്ളൂ. ഇഴജന്തുക്കളെ ഉണ്ടാവുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് സമയം നടക്കാണ്ട് അവസാനം മുകളിലെത്തി. അട്ടകളുണ്ടാവും, ഒരുപാട് അട്ടകളുണ്ടാവും, അത് വലിയൊരു ശല്യമാണ്. മുകളിലുള്ള വ്യൂസും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു. ഇത് നമ്മൾ അവിടുന്ന് പരിചയപ്പെട്ട ഒരാളാണ് കേട്ടോ. ഇങ്ങനെ കാണാൻ അടിപൊളിയല്ലേ? ഇയാൾക്ക് എന്താ മലമുകളിൽ കാര്യം എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ആള് സെറ്റാണ്. തിരിച്ചു പോന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. ആള് നമ്മളെ പിന്നാലെ പോന്നു. ഒരുപാട് ആട്ടി പറഞ്ഞേക്കാൻ നോക്കി, നമ്മൾ ഒരുപാട് സ്പീഡിൽ നടന്നു നോക്കി, പക്ഷെ അതൊന്നും കാരണമില്ല. ആള് നമ്മളെ പിന്നാലെ പോന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്പീഡ് നടന്നാൽ ആള് സ്പീഡിൽ നടക്കും, നമ്മൾ സ്പീഡ് കുറച്ച് നടന്നാൽ ആള് സ്പീഡിൽ കുറഞ്ഞ് നടക്കും. താഴത്തെ ടെങ്കിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. നമ്മൾ ആളോട് പറഞ്ഞു കൂടെ വരണ്ട. അപ്പോൾ ആള് അതിന് മനപ്രയാസത്തോടു കൂടി എന്താ പറയുക, റോഡിന് നടുക്ക് കിടക്കുകയാണ്. ഈ കുളി കഴിഞ്ഞിട്ടൊരു അടിപൊളി ക്യാമ്പ് ഫയർ വിത്ത് DJ, അങ്ങനത്തെ ഒരു വീഡിയോ അയാൾ അയച്ചതിരുന്നു. അപ്പം ഇനി അടുത്ത ആ പരിപാടിയാണ്. ഇതാണ് അയാൾ അയച്ചെന്ന വീഡിയോ, നല്ല അടിപൊളി പരിപാടി. അപ്പോൾ ഓക്കെ, തുടങ്ങല്ലേ? ചെറിയൊരു പ്രശ്നമുണ്ട്. ക്യാമ്പ് ഫയർ വിത്ത് DJക്ക് ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഇത് നിങ്ങൾ കരുതി കൊടുത്തുനിന്ന് മുട്ടക്കണോ? വേറെ ആരുമില്ലാതെ നമുക്ക് വിഷമിക്കാൻ പാടില്ലല്ലോ. നമ്മളെ ഫോണിൽ തന്നെ പാട്ട് ഇറക്കിയത് നമ്മളതങ്ങ് വൈബാക്കി. രാവിലെ തന്നെ കൊളുക്കുമല കയറാൻ പോവാണ്. അടിപൊളി ഓഫ് റോഡാണ്, ഒരുപാട് ദൂരം പോകാണ്ട്. അപ്പോൾ പ്രായമുള്ള ആൾക്കാർ കുട്ടികളെയും കൊണ്ടൊന്നും പോകാൻ കഴിയില്ല, ഭയങ്കര റിസ്ക്കാണ്. പക്ഷെ മുകളിലെ കാഴ്ച അത് അടിപൊളിയാവും. താഴെ എന്തുകൊണ്ടും എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളും ചെന്ന് നോക്കണല്ലോ, നമ്മളും താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് അവിടെ ഉള്ളത്. ഒരുപാട് ആൾക്കാർ അവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇതെല്ലാം സഞ്ചാരികളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ജീപ്പുകളാണ്. അവരവരുടെ കസ്റ്റമേഴ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ദിവസം ജീപ്പ് മെയിൻ്റെനൻസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ കാരണം ഇത്ര നല്ല ഓഫ് റോഡിലൂടെ പോകുന്നതല്ല, അപ്പോൾ ദിവസം കൊണ്ട് വർക്ക്ഷോപ്പ് കയറ്റണം പറഞ്ഞു. ഇവിടെ ഈ മേഖലകളിലെല്ലാം ഈ ജീപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഉപജീവനമാർഗ്ഗം നടത്തുന്നുണ്ട്. അപ്പോൾ ഇനി റിട്ടേൺ, മലയിറക്കം, ഇതൊക്കെയാണ് നമ്മൾ ജീപ്പിലെ സഹസഞ്ചാരികൾ.
നമ്മൾ മല ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് കൊളുക്കുമലയൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സഞ്ചാരികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. മലകയറ്റം മാത്രമല്ല മലയിറക്കം നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നല്ല അടിപൊളി മനോഹരമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. നിറയെ തേയിലത്തോട്ടങ്ങൾ, പിന്നെ അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ, ഈ ദിവസം ജീപ്പ് ഇങ്ങനെ കയറി ഇറങ്ങി ചെയ്യുമ്പോൾ ഈ ജീപ്പ് ഡ്രൈവേഴ്സിൻ്റെ ഉള്ളും ജീപ്പിൻ്റെ ഉള്ളിലെല്ലാം എന്തായാലും കുലുങ്ങി കുലുങ്ങി ഒരു പരുവായിട്ടുണ്ടാവും. എന്തായാലും മടക്കയാത്രയിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. കേരളം തെങ്ങുകളുടെ നാട് എന്നറിയപ്പെടുകയും തമിഴ്നാട്ടിലാണ് തെങ്ങ് കൃഷി കണ്ടത്. ഏക്കർ കണക്കിന് തെങ്ങ് കൃഷികൾ. ഏതായാലും യാത്ര അടിപൊളിയായിരുന്നു. ബൈ.